ഹായ് ഫ്രണ്ട്സ്, തൊലഹത്താണ്. നമ്മൾ അതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് വണ്ടി, പഴയ വണ്ടി സ്റ്റാൻഡേർഡ് വണ്ടി യൂസ് വണ്ടികളിൽ സെൽഫ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഒരു സെൽഫ് ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി, ഇപ്പം കംപ്ലീറ്റ് ആയൊരു വണ്ടിയാണത്. അപ്പോൾ ഇതൊരു എനിക്കൊന്ന് 2000 BS3 ആണ് വണ്ടി. അപ്പോൾ BS3 വണ്ടി 2017 താഴെയുള്ള വണ്ടിക്കാണ് BS3 വണ്ടി എന്ന് പറയുന്നത് കേട്ടോ. 2017 ശേഷമുള്ള വണ്ടികൾ BS4 വണ്ടിയാണ്. അപ്പം ചില ആളുകൾ വല്ലാതെ സെൽഫ് വേണം, അത് സ്റ്റാൻഡേർഡിൽ തന്നെ സെൽഫ് സ്റ്റാർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന, കുറച്ചുകൂടി മോഡേൺ ആയിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കും. ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉണ്ട്, അതേമാതിരി കുറച്ചുകൂടി മൈലേജ് ഉണ്ട്. പിന്നെ BS6 ആണ് വണ്ടി. ആ ഒരു വണ്ടിയിലേക്ക്, സ്റ്റാൻഡേർഡ് ക്രാങ്ക് വെയിറ്റിലെ വണ്ടിക്ക് നിങ്ങൾക്ക് സെൽഫ് സ്റ്റാർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന BS6 വണ്ടിയിലേക്ക് പോകണ്ടോ. BS6 ES വണ്ടി, ഇലക്ട്രിക് സ്റ്റാർട്ട് വണ്ടി ഉണ്ട്, ES വരുന്നുണ്ട്. അപ്പം ആ ഒരു വണ്ടിക്കുള്ള പ്രത്യേക സ്റ്റാൻഡേർഡിന്റെ ആ ഒരു ട്രഡീഷണൽ ലുക്ക് ഒന്നും വണ്ടിക്കില്ല. ബോഡി വൈസ് ഒക്കെ ഓക്കെയാണ്. പെയിന്റ് പ്ലെയിൻ, ടാങ്ക് പെയിന്റ് പ്ലെയിൻ ആയിരിക്കും. റോയൽ എൻഫീൽഡ് എന്നുള്ള ഒരു ബാഡ്ജിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേമാതിരി സ്റ്റാൻഡേർഡിന്റെ അതേമാതിരത്തിലുള്ള ഒരു റെട്രോ സ്റ്റൈൽ, ആ ഒരു ഡിസൈനിങ് ഒന്നും ശരിക്കും പെയിന്റ് വൈസ്, അതായത് കോസ്മെറ്റിക്കൽ വൈസ് ആ ഒരു വണ്ടിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. BS6ന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ BS6 കുറച്ച് മൈലേജ്, കുറച്ച് സ്മൂത്ത് ആണ്, മാത്രമല്ല സെൽഫ് സ്റ്റാർട്ട് ഉണ്ട് എന്നുള്ള അതൊരു വേറെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മാത്രമല്ല BS3ലേക്ക് പോണ സമയത്ത് കുറച്ചും കൂടി പവർഫുൾ, കുറച്ചും കൂടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സോസ്റ്റ് നോട്ട് കുറച്ചുകൂടി അധികം കിട്ടുന്നുണ്ട്. എപ്പോഴും എമിഷൻ കൺട്രോൾ വരുന്ന സമയത്ത് എമിഷൻ സ്ട്രിക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത് കൺട്രോൾ ചെയ്യുമ്പോഴാണ് വണ്ടിൻ്റെ സൗണ്ടൊക്കെ കുറയുന്നത്. അതുകൊണ്ട് BS6ലേക്ക് BS3 BS4ലേക്ക് ഒന്ന് കുറച്ച് കുറഞ്ഞു, BS4 BS6ലേക്ക് ഒന്ന് പറ്റ കുറഞ്ഞു. അതാണ് അവസ്ഥ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് BS3 വണ്ടിയാകുമ്പോൾ എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി എക്സോസിന്റെ തമ്പ് നോട്ട് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. മാത്രമല്ല ഒന്ന് ഓടി തയമ്പിച്ച വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് ഓടിക്കാൻ കുറച്ച് സുഖം ഉണ്ടാവും. അത് റോയൽ എൻഫീൽഡ് ഏറ്റവും കൂടുതൽ പ്രത്യേകത പറഞ്ഞാൽ കുറച്ച് കിലോമീറ്റർ നല്ല സർവീസ് ചെയ്ത് കുറച്ച് കിലോമീറ്റർ ഓടുന്ന വണ്ടിക്ക് ഒഴുക്ക് കൂടുതലായിരിക്കും. 50,000-60,000 കിലോമീറ്റർ ഓടുമ്പോൾ വണ്ടി ഒരു പഴയ CNGന്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് പോയിട്ട് വണ്ടി ഫ്ലോ ചെയ്യാൻ റോട്ടിൽ നിന്ന്. അതതിൻ്റെ പ്രത്യേകത. പിന്നെ ചില ആളുകൾക്ക് നമ്മൾ വണ്ടിക്ക് ഇമോഷണലായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. ചില വണ്ടികൾ ആദ്യമായിട്ട് എടുത്ത വണ്ടികളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് വണ്ടികളുടെ ആളുകൾക്ക്, അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരെ വിളിക്കാറുള്ളത്. വണ്ടി ഒഴിവാക്കി വേറെ വണ്ടി എടുക്കുന്ന പകരം ആ വണ്ടി തന്നെ സെൽഫ് ആഡ് ചെയ്യുക. മിക്കവാറും സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്ന മെയിൻ ഒരു വിഷയമാണ് കാലിന് മുട്ടുവേദന എന്നുള്ളത്. ആ മുട്ടുവേദന എന്നുള്ളത് എന്നോട് വിളിക്കുന്ന പേഴ്സണലി എനിക്ക് മുട്ടുവേദന ഉണ്ട്. ഞാൻ ഒരു വണ്ടിയല്ല പല വണ്ടികളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഡെയിലി ഒരുപാട് വണ്ടി കിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് മുട്ടുവേദന ചെറിയ രീതിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ കയ്യിൽ നിന്ന് കസ്റ്റമറോട് കിക്ക് ചെയ്യാനാണ് പറയുക. കാരണം മുട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണമല്ലോ. അപ്പോൾ സ്റ്റാൻഡേർഡിന് അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. മറ്റേ പഴയ CNG എന്ന് പറഞ്ഞാൽ ഓട്ടോ ഡീകംപ്രഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ടൈറ്റിങ് നമുക്ക് ഫീൽ ചെയ്യില്ല, ചവിട്ടി ടൈറ്റ് ആക്കാം. പക്ഷെ ചില സമയത്ത് ഇത് ഓട്ടോ ഡീകംപ്രഷൻ ആയതുകൊണ്ട് ചില സമയത്ത് ഫങ്ഷൻ ആവില്ല. അത് പല കാരണം, ഓട്ടോ ഡീകംപ്രഷന്റെ ആ ഒരു പ്രൈവേറ്റിന്റെ കംപ്ലൈന്റ് കൊണ്ടോ അതിന്റെ പിന്നിന്റെ കംപ്ലൈന്റ് പോയിട്ട് TCന്റെ കറണ്ട് കറക്റ്റ് സപ്ലൈ ആവാഞ്ഞ സമയങ്ങളിലൊക്കെ ഈ ഓട്ടോ ഡീകംപ്രഷൻ തിരിച്ചടിക്കലൊക്കെ വരും. അപ്പൊ ആ ഒരു തിരിച്ചടിക്ക് നമ്മൾ നേരെ കറക്റ്റ് ഹീലിന്റെ മുകളിൽ വരിക. സ്ഥിരമായിട്ട് ഷോക്ക് വരുന്ന സമയത്ത് മുട്ടിന്റെ ജോയിന്റിനാണ് വരിക. അപ്പോൾ ജോയിന്റ് പെയിൻ ആവും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പിന്നെ വേണ്ടത് സെൽഫ് സ്റ്റാർട്ടാണ്. അവർക്കാണ് ഹെവി ക്രാങ്കിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് വേണം, സ്റ്റാൻഡേർഡിന്റെ ആ ഒരു ബുള്ളറ്റ് കൊണ്ടെടുക്കുന്ന ഫീലും വേണം, കൂട്ടത്തിൽ സെൽഫ് സ്റ്റാർട്ടും ആയാൽ കൊള്ളാം എന്നുള്ള ആളുകളാണ് എന്നെ വിളിക്കുന്നത് കൂടുതലായിട്ടും. അപ്പം ചില ആളുകൾ മാത്രമല്ല, നമുക്കൊരു പഴയ വണ്ടി ഉപയോഗിക്കുന്ന, അത് ഫാമിലി ആദ്യമായിട്ട് വന്ന വണ്ടിയാണ്, അതിനോട് വല്ലാതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആളുകളും വണ്ടി അത് ഒഴിവാക്കില്ല, എങ്ങനെയെങ്കിലും റീസ്റ്റോർ ചെയ്ത് കൊണ്ടെടുക്കുക, അതല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യുക, അങ്ങനത്തെ ആളുകളും ഉണ്ട്. പിന്നെ നമ്മൾ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് ബുള്ളറ്റ് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികളുടെ ബുള്ളറ്റ് റോയൽ എൻഫീൽഡിന്റെ പേരിലുള്ള ഒരു ബൈക്ക് എന്ന് മാത്രമേ ഇപ്പോഴത്തെ വാഹനങ്ങളെ ഏകദേശം എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ആ ബുള്ളറ്റ് നമ്മൾ പഴയ കാലത്ത് കണ്ട് ശീലിച്ചിട്ടുള്ളതും കേട്ട ആ ഒരു തമ്പും ഒക്കെ വെച്ച് നോക്കുമ്പം റോയൽ എൻഫീൽഡ് CI മുതൽ UC വരെ ആ ഒരു ഇതുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ UC കഴിഞ്ഞോട് കൂടി ആ ബുള്ളറ്റിൻ്റെ ആയിട്ടുള്ള ഫീലൊക്കെ വണ്ടി കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ടും അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ഒരു വണ്ടി നമ്മൾ പാലക്കാട് ഒറ്റപ്പാലത്തുള്ള കസ്റ്റമർ വണ്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ രണ്ടാമത്തെ വണ്ടി, ഒരു വണ്ടി റിസ്റ്റോർ ചെയ്ത് കൊണ്ടുപോയതാണ്, രണ്ടാമത്തെ ഒരു വണ്ടിയാണത്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. സെൽഫ് സ്റ്റാർട്ട് ആഡ് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഡീകംപ്രഷനോട് വെക്കണം എന്ന് പറഞ്ഞു. ഓട്ടോ ഡീകംപ്രഷൻ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാണ്. കാരണം വെറുതെ ഒരു അഡീഷണൽ എക്സ്പെൻസ് ആക്കി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി സെൽഫ് സ്റ്റാർട്ട് ആയല്ലോ, പിന്നെ അതിന്റെ ഡീകംപ്രഷന്റെ കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ സാധാരണ എല്ലാവരും സംശയം ഇതിന് എത്ര രൂപ ചെലവ് വരുമെന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കി. കഴിഞ്ഞ ഷോർട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. BS4 വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം, അതായത് മോട്ടോർ ഹൗസിംഗ് എന്ന് പറയും, ഈ മോട്ടോർ ഹൗസിംഗ് വായിച്ചതിന് ശേഷം അതിലെ ജാക്ക് ഷാഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ നോക്കണം. ഞാൻ കഴിഞ്ഞ മുമ്പ് ഒരു ഷോർട്സ് ഒക്കെ നോക്കിയാൽ കാര്യം, ജാക്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡിൽ വീലിന്റെ ഒരു ഷാഫ്റ്റ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് വെക്കുകയാണ് ചെയ്യുക. അത് സാധാരണ പഴയ വണ്ടികളിലൊക്കെ ആ ഒരു
മുമ്പൊക്കെ കോമൺ ആയിട്ട് ഒറ്റ സ്ട്രക്ചറിൽ എഞ്ചിൻ കേസ് വന്നുകൊണ്ടിരുന്നത് അത് സ്റ്റാൻഡേർഡിന് വേറെ ആയിരിക്കും, ക്ലാസിക്കിന്റെ അടുത്ത് വീല് ഫിറ്റ് അങ്ങനെ ഒരു സ്ട്രക്ചർ വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ജാക്ക് ഷാഫ്റ്റ് ഇട്ട് വന്നിരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ പുറമെ ഈ ക്ലച്ച് അയച്ചിരുന്ന കംപ്ലീറ്റ് ഐഡൽ ഗിയറും ഡബിൾ ഗിയറും ഒക്കെ സെറ്റ് ചെയ്ത് സെൽഫ് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റിയ സിസ്റ്റമാണ് വരുന്നത്. BS3 BS4 ആകുമ്പോൾ ആ ഒരു സാധനം എടുത്ത് ഒഴിവാക്കി ഒരു സ്റ്റാൻഡേർഡ് വേറെ തന്നെ ഒരു ഇതിലേക്ക് സെക്ഷനിലേക്ക് മാറ്റി അങ്ങനെ ആ ഒരു ജാക്ക് ഷാഫ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് BS4 ആകുന്ന സമയത്ത് നമ്മൾ എഞ്ചിൻ ഓപ്പൺ ചെയ്തിട്ട് ഈ പിന്നെ അതിന് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എഞ്ചിൻ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു എഞ്ചിൻ വർക്ക് തന്നെയാണ്. അത് അയച്ചെടുത്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എഞ്ചിൻ വർക്ക് തന്നെയാണ്. പിന്നെ സാധാരണ ഇതിൽ എഞ്ചിൻ വർക്കൊക്കെ ആയി അപ്പൊ നമുക്ക് റാങ്ക് പണിയാറായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവര് ആ പ്രൈസിൽ തന്നെ നമ്മൾ എഞ്ചിൻ വർക്ക് എടുക്കുന്ന പ്രൈസിലെ ലേബർ കോസ്റ്റ് എക്സ്ട്രാ വരാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ സെൽഫ് ആഡ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി എഞ്ചിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും, അതിന്റെ കൂടെ കൂടെ ആഡ് ചെയ്താൽ എക്സ്ട്രാ ഇട്ടാൽ മതി. എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷയം കഴിഞ്ഞു. ഇതിൽ നമുക്ക് വരുന്നത് ഒരു 17-18 രൂപന്റെ അടുത്ത് പാർട്സിന് മാത്രം വില വരുന്നുണ്ട്. OE പാർട്സ് ആണ് ഞാൻ പറഞ്ഞത്, ഒറിജിനൽ പാർട്സ് പക്ക OE പാർട്സ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ വേറെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു സാധനം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറില്ല. അപ്പോൾ OE പാർട്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 17,500 റേഞ്ചാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ആയിട്ട് വരിക. ഈ റോയൽ എൻഫീൽഡിന്റെ BS3 ആണ് എങ്കിൽ ഈ ഒരു വണ്ടിക്ക് വരുന്ന പാർട്സ് റേറ്റ് 17,500, അല്ലെങ്കിൽ 18ന്റെ അടുത്തായിട്ട് നിയറസ്റ്റ് 17,500, 18ന്റെ ചോടായിട്ടാണ് വരിക. നമ്മൾ മൊത്തത്തിൽ ലേബർ കോസ്റ്റ് 21 സംതിങ്ങിനാണ്, നമ്മൾ 21 രൂപ വരും കംപ്ലീറ്റ് ഈ ഒരു സെൽഫ് ആഡ് ചെയ്ത് വരുമ്പോൾ BS3 വണ്ടിക്ക് കേട്ടോ. അത് നമുക്ക് ചില ആൾ കുറയ്ക്കുന്ന ആളുകളുണ്ട്. സെൽഫ് സ്റ്റാർട്ടിന്റെ 1 വേ ക്ലച്ചിന്റെ സ്പ്രേ ക്ലച്ച് നമുക്ക് കുറച്ചാൽ തന്നെ 2,500 രൂപ കുറയും. 2,500 രൂപ കുറച്ച് സെൽഫ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എത്രത്തോളം ഓടും എത്രത്തോളം നിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അതിലും കുറച്ച് ചെയ്യാൻ പറ്റും. 500 രൂപന്റെ ബെയറിംഗ്, അതിന്റെ കൂടെ വീല് മാത്രം വരുന്നുണ്ട്, ഡബിൾ ഗിയർ സിംഗിൾ വീല് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വീല് മാത്രം ഇട്ട് വേറൊരു ബെയറിംഗ് കൊണ്ട് 1,000 രൂപയ്ക്ക് വരുമ്പോൾ സെൽഫിന്റെ ആ ഒരു സെക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 1,000-1,500 രൂപ സെൽഫിന്റെ ഭാഗം സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒന്നാമത് ഹെവി ക്രാങ്ക് വണ്ടിയാണ്. ഈ ക്രാങ്ക് വന്നിട്ടുള്ള ഒന്ന് സ്റ്റാൻഡേർഡിലും ഒന്ന് 500ലും മാത്രമാണ്. ഈ വണ്ടി 500 ആവുമ്പോൾ ഈ ക്രാങ്കിന്റെ 500 കൊടുത്തേക്കുന്നത് അതിനെ 9 kV 0.9 kV ഡെൻസോന്റെ മോട്ടറാണ് റോയൽ എൻഫീൽഡ് 500cc കൊടുത്തേക്കുന്ന മോട്ടർ. അപ്പൊ ആ മോട്ടറിന് 14 സംതിങ് വില വരുന്നുണ്ട്. അപ്പം ആഫ്റ്റർ മാർക്കറ്റ് TVSന്റെ മോട്ടർ ഏകദേശം വരുന്ന 6-7 റുപ്യ സാധനം കിട്ടാണ്ട്. എന്നാൽ ആ മോട്ടർ വെച്ചിട്ടുള്ള ക്രാങ്കാണ് 500cc വർക്ക് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് നമ്മളിവിടെ 0.7 kV മോട്ടർ ESന് വരുന്ന മോട്ടറാണ് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ആ മോട്ടർ വേണം. അപ്പൊ 17,500ന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ പാർട്സ് ചെയ്യാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ടർ വേണം. സ്റ്റാർട്ടർ എന്ന കോയിൽ സ്റ്റാർട്ടർ അസംബ്ലി 3 ഫേസിലേക്ക് വേണം, 6 യൂണിറ്റ് വേണം. സെൽഫ് ബെയറിംഗ് വേണം, സെൽഫ് 1 വേ ക്ലച്ച് അസംബ്ലി വേണം, ഐഡൽ ഗിയർ വേണം, പിന്നെ ഡബിൾ ഗിയർ വേണം, സെൽഫ് മോട്ടർ വേണം, മോട്ടർ ഹൗസിംഗ് വേണം. വയറിംഗ് ഇറ്റ് കംപ്ലീറ്റ് അങ്ങ് മാറ്റി കളയണം. അതേമാതിരി സെൽഫിന്റെ ഈ സ്വിച്ച് വേണം. സ്വിച്ച് ഇതിന് സ്റ്റാൻഡേർഡിന് സെൽഫ് സ്വിച്ച് ഉണ്ടാവില്ല. പിന്നെ ഡി ക്ലച്ച് സ്വിച്ച് വേണം, ഡി ക്ലച്ച് സ്വിച്ചിന്റെ കേബിൾ വേണം. പിന്നെ അതുമാതിരി ബാറ്ററി കേസിംഗ് കംപ്ലീറ്റ് മാറ്റണം. കാരണം 5 LBന്റെ 5 LBന്റെ ബാറ്ററിയാണ് ഉണ്ടാവുക. ആ ബാറ്ററി കേസിംഗ് കംപ്ലീറ്റ് മാറ്റണം. അതുമാതിരി ബാറ്ററി മാറ്റണം. പിന്നെ ഈ ഒരു സംഗതികൾ മൊത്തം ആ ഒരു മാറ്റുക. കാരണം എക്സ്ട്രാ ചിലവുന്ന റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിന് ഈ സാധനം ഓൾറെഡി ഉള്ളതാണ്. കമ്പനിക്ക് വരുമ്പോൾ ആ ഒരു പ്രൈസ് നമ്മൾ ഈ സാധനം ഒഴിവാക്കിയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അത്ര വരുന്നത്. ശരിക്കും 21-22 രൂപ ഉണ്ടായി. 21,500 ഒരു 21 രൂപ 22 രൂപന്റെ താഴേക്ക് നമുക്ക് ഒരു 21-21,500 നമുക്ക് കംപ്ലീറ്റ് പ്രോപ്പർ ആയിട്ട് OE സ്പെക്കിൽ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്ത് ഇറക്കാൻ പറ്റും. ഓക്കെ. പിന്നെ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഏതെങ്കിലും വണ്ടി, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വണ്ടിയിൽ കിക്കർ ടൈറ്റ് ആണെങ്കിൽ, നമ്മൾ കിക്കർ ടൈറ്റ് ആയിട്ട് ഓവർ ടൈറ്റ് ആയിട്ട് നമ്മൾ സെൽഫ് ആഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ കിക്കർ ഫ്രീ ആണ്. നമ്മൾ ഓവർ ടൈറ്റ് ചെയ്തിട്ടുണ്ടോ, ഓവർ ടൈറ്റ് ആയിട്ട് സെൽഫ് ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ പ്രത്യേകം വർക്ക്ഷോപ്പ് നിങ്ങൾ പറയേണ്ട ഒരു വിഷയമുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ വണ്ടിയുടെ കിക്കർ ടൈറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യുന്നത് എന്നുള്ള പറയാൻ കാരണം. ആ സെൽഫ് സ്റ്റാർട്ട് ഒന്നാമത് ഹെവി ക്രാങ്ക് വണ്ടിയാണ്. ഈ മോട്ടർ എന്നുള്ളത് നമ്മൾ ക്ലാസിക്കിന്റെ മോട്ടറാണ് ഇതിൽ വെക്കുന്നത്. ESന് വരുന്ന മോട്ടർ, ക്ലാസിക്കൽ ESന് വരുന്ന മോട്ടർ തന്നെയാണ് വെക്കുന്നത്. അതൊരു എത്രത്തോളം, അതായത് 500ന്റെ ആ ക്രാങ്ക് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് പറയാൻ ഇതുവരെ യാതൊരു കുഴപ്പം ഒരു വണ്ടിക്ക് ഉണ്ടായിട്ടില്ല. ഞാനൊരു പോസിബിലിറ്റി മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ കിക്കർ ടൈറ്റ് ഉണ്ടെങ്കിൽ, ഓട്ടോ ഡീകംപ്രഷന്റെ ഫ്ലൈ വെയിറ്റ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ കിക്കർ ടൈറ്റ് വരും. ആ കിക്കർ ടൈറ്റ് വരുന്ന സമയത്ത് നമ്മൾ ചവിട്ടിക്കാൽ ടൈറ്റ്, നമ്മളെ കാലിന്റെ ഇത് മാത്രമേ പോകുള്ളൂ. പക്ഷേ നമ്മൾ സെൽഫ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ മോട്ടറും ഈ ബെയറിങ്ങും കൂടെ ഈ ലോഡും കൂടെ താങ്ങേണ്ടി വരും. അപ്പൊ ഇത്ര ഹെവി ലോഡ് ഈ ഒരു ക്രാങ്കിനെ പിടിച്ച് കറക്കാൻ ഈ മോട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മോട്ടറും പെട്ടെന്ന് വീക്കാവും, 1 വേ ക്ലച്ചും പെട്ടെന്ന് വീക്കാവും.
അപ്പോൾ ആദ്യം തന്നെ സെൽഫ് ആഡ് ചെയ്യാൻ നിങ്ങൾ ഏടെ വണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ ആഡ് ചെയ്യുന്ന മെക്കാനിക്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ആ വണ്ടിയുടെ കിക്കർ ഫ്രീ ആണോ എന്നുള്ളതാണ്. കിക്കർ ഫ്രീ അല്ല, കിക്കർ ഓവർ ടൈറ്റ് ആയിട്ട് വരുന്ന ആ ഒരു പരിഹാരം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സെൽഫ് ആഡ് ചെയ്യുക. അതല്ല എങ്കിൽ കസ്റ്റമർ പോയി കഴിഞ്ഞാൽ 2-3 ഏറിയ 1-2 മാസം ആ വാൻ ബ്രേക്കേഴ്സും മോട്ടറും പോയിരിക്കും. എക്സ്ട്രാ ഒരു 1000 രൂപ 10 രൂപയും ഒരു 6-7-8 രൂപ വീണ്ടും കയ്യിൽ നിന്ന് പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വർക്ക്ഷോപ്പ് ഇത് കസ്റ്റമറാണ് വണ്ടി കാണുന്നതെങ്കിൽ, വണ്ടീൻ്റെ ഓണേഴ്സ് ആണ് കാണുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വണ്ടിയുടെ കിക്കർ ടൈറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാണ് സെൽഫ് ആഡ് ചെയ്തത്. കിക്കർ ടൈറ്റ് പരിഹരിച്ചതിന് ശേഷം മാത്രം ആ ഒരു സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാരണം എന്താണ്, ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വർക്ക് എടുക്കുന്ന ആളാണ് ഞാൻ. ഞാനൊരു സത്യം പറഞ്ഞാൽ വൈകുന്നേരം വരെ ഫോണിന് അറ്റൻഡ് ചെയ്യാറില്ല. ഫോൺ അവിടെ വെക്കും. കസ്റ്റമർ വിളിച്ചാൽ മാത്രം തിരിച്ചു വിളിക്കും. അങ്ങനെ എൻ്റെ ഇവിടെ വന്ന കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തിരിച്ചു വിളിക്കുന്നല്ല. ബാക്കിയുള്ള ഫോൺ പകൽ സമയം അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ഫോൺ വല്ലാതെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. ചില ആളുകൾ സംശയം ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഈ സംശയങ്ങളൊക്കെ എനിക്ക് ഫോണിലൂടെ തീർത്തു കൊടുക്കുക കുറച്ച് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എനിക്ക് എൻ്റെതായ ഒരു വർക്കിന്റെ ബിസിയായ ഒരാളെടുത്ത് ഒരു വർക്ക് എത്രത്തോളം പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല, സംശയം തീരില്ല. അതുകൊണ്ട് സംശയമുള്ള ആളുകൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ജോയിൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അവരെ ഗ്രൂപ്പിലേക്ക് ഇടും. ആ ഗ്രൂപ്പിൽ പോയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് എന്ത് കാര്യമാണ് ചോദിച്ചാൽ എനിക്കത് ആൻസർ ചെയ്യാൻ കിട്ടും. എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.